ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിൻ്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? 7 മാർക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട മലയാളം പരീക്ഷകളിലെ എല്ലായ്പ്പോഴും നമ്മൾ കാണുന്ന ഒരു ചോദ്യമാണ് അല്ലേ, ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തെന്ന് പറയുന്നത്? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അതൊരു 90% കവിതയാണെങ്കിൽ കഥകളും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ആസ്വാദനക്കുറിപ്പിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഒരു കവിത തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് കവിത? അതിജീവനം എന്ന് പറയുന്ന കവിതയാണ്. വീരാൻകുട്ടി മാഷിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് അതിജീവനം എന്ന് പറയുന്ന കവിത. ഈ കുഞ്ഞു പുല്ലിന് വേനലിനെ അതിജീവിക്കാനാകുമോ? പഠിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. 8ാം ക്ലാസ്സിൽ നിങ്ങൾ ഇല്ല അല്ലേ? പഠിച്ചതാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പം അതിജീവനം എന്ന് പറയുന്ന കവിതയാണ്. ഈ കുഞ്ഞു പുല്ലിന് വേനലിനെ അതിജീവിക്കാനാകുമോ? കൊന്നമരമേ, വെയിലിനെ ഉരുക്കി സ്വർണമാക്കി കാതിലണിയുന്ന പണി അതിനെ പഠിപ്പിക്കണേ. ഉങ്ങുമരമേ, വേനലിനെ എടുത്ത് കുളിർത്തൊപ്പിയാക്കി തലയിൽ വെക്കുന്ന കളി അതിനെ ശീലിപ്പിക്കണേ. അല്ലെന്നാൽ ചെറുതല്ലേ എന്ന് വെച്ച് വേനൽ അതിനെ പച്ചയ്ക്ക് തിന്ന് കളയും അല്ലെ. വീരാൻകുട്ടി മാഷിന്റെ കവിതയാണ് അതിജീവനം. ഇവിടെ സാഹചര്യങ്ങളെ അതിജീവിച്ച് കൂടുതൽ ദൂരം പറക്കാൻ ശ്രമിക്കുന്ന അപ്പൂപ്പൻ താടിയെ കുറിച്ച് നമ്മൾ എവിടെ പഠിച്ചു? സ്മാരകം എന്ന് പറയുന്ന കവിതയിൽ പഠിച്ചല്ലോ. ഇവിടെ അതിജീവനം എന്ന് പറയുന്ന കവിതയുടെ ആശയവും സമകാലിക പ്രസക്തിയും വിശദമാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഒരു കുഞ്ഞ് അപ്പൂപ്പൻ താടിയിലെ ചിറകുകളില്ലാതിരുന്നിട്ടും ദേശാന്തരം വിധിച്ചിട്ടില്ലായിരുന്നിട്ടും എന്ത് ചെയ്യാണ്? അത് പറക്കുന്ന അല്ലെ, പറക്കുന്ന ഒരു അപ്പൂപ്പൻ താടിയാണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത്. നമ്മുടെ സ്മാരകം എന്ന് പറയുന്ന കവിതയിൽ കണ്ടിട്ടുള്ളത് അല്ലെ. ഇവിടെ ഒരു കുഞ്ഞു പുല്ലിന്റെ അതിജീവനത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? വീരാൻകുട്ടി മാഷ് പറയുന്നത്. കുഞ്ഞല്ലേ, ഇച്ചിരിയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് വേനലിനെ അപ്പാട് കരിച്ചു കളയും അല്ലേ. അപ്പൊ അതിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ ഓരോരുത്തരോടും പറയുകയാണ് ആര്? നമ്മുടെ കവി. അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു അല്ലെ കവിതയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഉത്തരം എഴുതേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കവിതയായതുകൊണ്ട് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കവിത നന്നായിട്ട് വായിക്കണം അല്ലേ. അപ്പോൾ ആസ്വാദനക്കുറിപ്പാണ്. അപ്പം നല്ല മനോഹരമായിട്ടുള്ള പദങ്ങൾ അല്ലേ, അതേപോലെ ശൈലികൾ, പ്രയോഗങ്ങൾ അല്ലേ, ആസ്വാദന അംശങ്ങൾ, നമ്മളുടെ സ്വന്തം അഭിപ്രായം, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ സമകാലിക പ്രസക്തിയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കവിതയ്ക്ക് ഇന്നത്തെ കാലത്ത് നമ്മളുടെ ചുറ്റുവട്ടത്തും എന്താണ് അല്ലേ, നമ്മുടെ സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷത്തിൽ എത്രത്തോളം പ്രസക്തി ഉണ്ട്, എത്രത്തോളം പ്രസക്തമാണ് എന്ന് കൂടെ എന്ത് ചെയ്യണം? നമ്മൾ എഴുതേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആസ്വദിക്കുക? നമ്മൾ നല്ല ഭക്ഷണം കിട്ടിയാൽ നമ്മൾ ആസ്വദിച്ച് കഴിക്കും. നല്ലൊരു മഴ കണ്ടാൽ നമ്മൾ ആസ്വദിക്കും അല്ലേ. അതേപോലെ സാഹിത്യത്തെയും എന്ത് ചെയ്യണം? ആസ്വദിക്കണം. അത് നല്ല പദങ്ങൾ അല്ലേ, സൗന്ദര്യാത്മകമായിട്ടുള്ള പദങ്ങൾ, ഉപമകൾ ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മളത് എഴുതേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഘടന നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ അല്ലേ, ആദ്യം ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്ത് ചെയ്യണം? തലക്കെട്ടൊക്കെ കൊടുക്കണം നമ്മൾ. അപ്പോൾ അതിൻ്റെ ആമുഖമായിട്ട് നമ്മൾ എന്താണോ നമുക്ക് തന്നിരിക്കുന്ന കവിത അല്ലേ, അതിൻ്റെ ഒരു കവിതയോ എന്തോ ആവട്ടെ, കഥയോ ആവട്ടെ. ഇപ്പോൾ ഇവിടെ കവിത തന്നുകൊണ്ടാണ് ടീച്ചർ കവിത എന്ന് പറയുന്നത്. അതിൻ്റെ ആശയം, പ്രാഥമിക ആശയം അല്ലെ, ആരാണ് എഴുതിയത്, എന്താണ് കവിതയുടെ പേര് എന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യുക? അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ എഴുതണം. പിന്നീട് കവിതയുടെ ആശയം, നമ്മൾ ആ കവിത വായിക്കുക. അതിൻ്റെ ആശയം ഇതിപ്പം അതിജീവനം നമ്മൾ പഠിച്ചതായതുകൊണ്ട് എന്താണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ആശയം എന്ത് ചെയ്യുക? 1-2 തവണ നമ്മൾ വായിച്ചു നോക്കി. ഇനി അറിയാത്തതാണെങ്കിൽ അല്ലേ, നമുക്കത് മനസ്സിലാകുന്നവരെ 1, 2, 3 ആവർത്തി എന്ത് ചെയ്യുക? അത് വായിക്കുക. ചിലപ്പോൾ പുറത്തുനിന്നുള്ള അല്ലെ അറിയാത്ത കവിതകളൊക്കെ ആണെങ്കിൽ, ചിലപ്പോൾ ടഫായിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ അതിൻ്റെ അറിയാത്ത പദങ്ങളുടെ ഒക്കെ അർത്ഥം ചിലപ്പോൾ ബ്രാക്കറ്റിലൊക്കെ കൊടുത്ത് കാണാറുണ്ട് അല്ലേ, പിന്നെ കുളത്തിലൊക്കെ കൊടുത്ത് കാണാറുണ്ട്. അപ്പോൾ എന്താണെങ്കിലും 2-3 ആവർത്തി എന്ത് ചെയ്യണം? അത് വായിച്ച് നോക്കണം. ഓക്കെ. പിന്നെ ഉദാഹരണങ്ങളും, എന്നിട്ട് അത് 1 by 1 ആയിട്ട് അർത്ഥം എഴുതണ്ട, മൊത്തത്തിലുള്ള അതിൻ്റെ ഒരു ആശയം എന്താണെന്നുള്ളത് നമ്മൾ എഴുതണം. പിന്നെ ഉദാഹരണങ്ങളും തെളിവുകളൊക്കെ ചേർത്ത് നമ്മളുടെ നിരീക്ഷണങ്ങൾ എഴുതണം. പിന്നെ കവിതയുടെ സൗന്ദര്യതലം, ആശയങ്ങളുടെ സമകാലികത, ഇവയൊക്കെ വളരെ യുക്തിപൂർവ്വമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ആസ്വാദനക്കുറിപ്പിൽ എഴുതേണ്ടത്. വാക്യഘടന, ചിഹ്നം ഇവയൊക്കെ പരിപാലിച്ച് അല്ലെങ്കിൽ പാലിച്ച് അക്ഷരത്തിന്റെ മാക്സിമം ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യണം? നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ ആശയ അവതരം വേണം, വരികളുടെ ആശയം വേണം, വാങ്മയ ചിത്രങ്ങൾ അല്ലെ. വാങ്മയ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വാക്കുകൾ കൊണ്ട് കവി വരയ്ക്കുന്ന ചിത്രത്തെയാണ് നമ്മൾ വാങ്മയ ചിത്രം എന്ന് പറയുക. അപ്പോൾ അത്തരം ചിത്രങ്ങൾ കവിതയിൽ ഉണ്ടോ എന്ന് നോക്കണം. അതേപോലെ വാക്കുകളുടെ ആവർത്തനം ഉണ്ടാവും. ചില വാക്കുകളൊക്കെ ആവർത്തിക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ളൊരു സൗന്ദര്യ അനുഭൂതി എന്ത് ചെയ്യണോ? ആ കവിതയ്ക്ക് നൽകും അല്ലെ. ചിലപ്പോൾ അക്ഷരങ്ങളുടെ ആവർത്തനമായിരിക്കും. ദ്വിതീയാക്ഷരപ്രാസം, ആദ്യാക്ഷരപ്രാസം, ആദ്യാക്ഷരപ്രാസം എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ അക്ഷരങ്ങൾ എന്ത് ചെയ്യുന്നത് കാണാം? ആവർത്തിക്കുന്ന കാണാം അല്ലെ. ഇങ്ങനെ അതിൻ്റെ കാവ്യപരമായിട്ടുള്ള സവിശേഷതകൾ എഴുതണം. പ്രയോഗ ഭംഗി, നമ്മുടെ നിരീക്ഷണങ്ങൾ, കാലിക പ്രസക്തി, ലാസ്റ്റ് എന്ത് ചെയ്യണം?
നമ്മളുടെ ഒരു നിരീക്ഷണം അല്ലേ, ഉപസംഹാരത്തിൽ എന്താണ് നമ്മളുടെ നിരീക്ഷണം, നമുക്ക് എന്താണ് ഈ ഒരു അല്ലെ ആസ്വാദനക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു കവിത വായിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള നമ്മളുടെ ഒരു അനുഭൂതിയെക്കുറിച്ച് കൂടി എന്ത് ചെയ്യണം, ലാസ്റ്റിലത്തെ ഒരു പാരഗ്രാഫിൽ നമ്മൾ എഴുതണം. ഇത്രയും എഴുതി കഴിഞ്ഞാൽ എന്തായി, ആസ്വാദനക്കുറിപ്പായി. അപ്പോൾ നന്നായിട്ട് വായിച്ചു നോക്കണം. അത് നല്ല പദങ്ങൾ അല്ലേ, നല്ല സൗന്ദര്യാത്മകമായിട്ടുള്ള ഭംഗിയുള്ള പദങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടതെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നമുക്ക് മലയാളത്തിൻ്റെ 7 മാർക്ക് നമുക്ക് ഈ ഒരു ആസ്വാദനക്കുറിപ്പിന്റെ 7 മാർക്ക് എന്ത് ചെയ്യും, നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പൊ റെഡി അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ ഇതേപോലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്, 7 മാർക്കിന് ചോദിക്കുന്ന കുറേ സാധ്യതാ ചോദ്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് എന്ത് ചെയ്യണം, അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കണം.